ജൂൺ 7-ന് പതിവ് പരിപാടികൾ നിർത്തിവെച്ചാണ് ഇറാനിയൻ സർക്കാർ ചാനലായ IRB ഒരു റിപ്പോർട്ട് സംപ്രേഷണം ചെയ്തത്. ഇസ്രയേലിനെതിരായ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ദൗത്യമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആ റിപ്പോർട്ടിൽ അവകാശപ്പെട്ടത് ഇസ്രയേലിൻ്റെ ആണവ പദ്ധതികളെക്കുറിച്ചും ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചും തന്ത്രപ്രധാന വിവരങ്ങൾ ഇറാൻ ചോർത്തിയെടുത്തുവെന്നാണ്. ഇക്കഴിഞ്ഞ മെയ് 25-ന് ഇറാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഇസ്രയേൽ അറസ്റ്റ് ചെയ്ത റോയ് മിസ്രാഹി, അൽമോഗ് അത്തിയാസ് എന്നീ ഇസ്രയേലികൾ ചോർത്തി നൽകിയ വിവരങ്ങളാണ് ഇറാന് ലഭ്യമായതെന്നാണ് തസ്നിം ന്യൂസ് ഏജൻസി അടക്കമുള്ള ഇറാനിയൻ മാധ്യമങ്ങൾ പറഞ്ഞത്. ഇസ്രയേലിലെ സോറക് ആണവ ഗവേഷണ കേന്ദ്രത്തിൽ 2024-ലുണ്ടായ സൈബർ ആക്രമണത്തിനും ഈ വിവരച്ചോർച്ചയുമായി ബന്ധമുണ്ടെന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇസ്രയേലിൻ്റെ ആണവ പദ്ധതികൾ, കേന്ദ്രങ്ങൾ എന്നിവയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കമുള്ള വിവരങ്ങളാണ് ഇറാൻ കൈക്കലാക്കിയ രേഖകളിലുള്ളതെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ജൂൺ 8-ന് ഇറാനിയൻ സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു സമൂഹ മാധ്യമ അക്കൗണ്ട് ഹീബ്രുവിൽ എഴുതിയ പോസ്റ്റിൽ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാമെന്ന്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് ഇറാൻ സഹകരിക്കുന്നതിലുള്ള കരാറിലെത്തുന്നതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും പാശ്ചാത്യ ശക്തികളും തീരുമാനം മുന്നോട്ട് വെക്കാനിരിക്കെയാണ് വിവരച്ചോർച്ചാ വാർത്ത പുറത്തുവരുന്നത്. US ഇറാൻ ആണവ കരാർ ചർച്ചകളും പുരോഗമിക്കുകയാണ് എന്നതും ശ്രദ്ധേയം. ഇറാൻ രഹസ്യമായി ആണവായുധം നിർമ്മിക്കുന്നതായി വെളിപ്പെടുത്തുന്ന 1,00,000 രേഖകൾ 2018-ൽ ഇസ്രയേൽ ടെഹ്റാനിൽ നിന്ന് ചോർത്തിയതിന് തിരിച്ചടിയാണ് ഇറാന്റെ നടപടിയെന്ന് കരുതുന്നു ചിലർ. ആ ചോർത്തലിന് പിന്നാലെയാണ് US ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറിയതും. ഇറാൻ നയതന്ത്രപ്രധാനമായ നിരവധി വിവരങ്ങൾ ചോർത്തിയെന്ന ആരോപണത്തോട് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ജൂൺ 10-ന് അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ റഫായേൽ ഗ്രോസി വെളിപ്പെടുത്തിയത് ഇസ്രയേലിൻ്റെ സോറക് ആണവ ഗവേഷണ കേന്ദ്രത്തെക്കുറിച്ചാണ് ഇറാനിയൻ അവകാശവാദമെന്നാണ്. ഇസ്രയേലി ആണവ വിവരങ്ങൾ ചോർത്തിയെന്ന അവകാശവാദത്തിന് ഇറാൻ മതിയായ തെളിവുകളൊന്നും ഇതുവരെ നൽകിയിട്ടില്ല. തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾക്ക് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാനുള്ള ശ്രദ്ധ തിരിക്കൽ തന്ത്രമായാണ് ഇറാന്റെ അവകാശവാദത്തെ ചിലർ കാണുന്നത്. അതേസമയം മേഖലയിലെ സംഘർഷാവസ്ഥയും ഇസ്രയേലിൻ്റെ മൗനവും വിഷയത്തെ കൂടുതൽ ദുരൂഹമാക്കി നിലനിർത്തുന്നു.